നിങ്ങളെ രക്ഷിക്കാനുള്ള, നിങ്ങളെ ഒന്ന് പുറത്തു കൊണ്ടുവരാനുള്ള എല്ലാ വഴികളും അടഞ്ഞാലും ദൈവത്തിന് നിങ്ങളെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെതായ ഒരു വഴി നിങ്ങളുടെ മേലുണ്ട്. ആമേൻ. ദൈവത്തിൻ്റെതായ വഴിയാണത്. നമ്മുടെ ബുദ്ധിയിലോ ശക്തിയിലോ അങ്ങനെ ഒരു വഴിയില്ല. സാഹചര്യങ്ങൾ പ്രതികൂലം, വ്യക്തികൾ പ്രതികൂലം, അന്തരീക്ഷം പ്രതികൂലം, നാടും നാട്ടുകാരും പ്രതികൂലം. പക്ഷേ ദൈവത്തിന് ആ വ്യക്തിയെ പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിൻ്റെതായ ഒരു വഴി, നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിന്. അതാണ് ബൈബിൾ പറയുന്നത്, ദൈവത്തിൻ്റെ വഴികൾ ഭൂമിക്ക് മേൽ ആകാശം ഉയർന്നു നിൽക്കുന്നത് പോലെ അത്രയും വ്യത്യാസമാണ് ദൈവത്തിൻ്റെ വഴിയും വാതിലും. എല്ലാം അവസാനിച്ചു എന്ന് പറഞ്ഞ് അടക്കം ചെയ്ത ലാസറിന്റെ ശരീരത്തെ കേടുകൂടാതെ, കുറവ് കൂടാതെ എങ്ങനെയാ ദൈവം പുറത്തു കൊണ്ടുവന്നത്? അത് ദൈവത്തിൻ്റെ വഴിയാ. നിങ്ങളും നിങ്ങളുടെ സാമ്പത്തികത്തിൻ്റെയും സാഹചര്യങ്ങളുടെയും എല്ലാ വഴികളും പൂട്ടി താക്കോലുമായി പോയെന്ന് തോന്നിയാലും ദൈവത്തിന് നിങ്ങളെ രക്ഷിക്കാൻ ദൈവത്തിൻ്റെതായ ഒരു വഴിയുണ്ട്. ആമേൻ. ലാസറിനെ അന്ന് പുറത്തു കൊണ്ടുവന്ന ഒരു ശക്തി ഏതാണ്? അത് ദൈവത്തിന്റെ ശക്തിയാണ്. ആ ശക്തി ഇന്നിവിടെ പ്രവർത്തിക്കും. ആ ശക്തി നിങ്ങളെ ഏതവസ്ഥയിൽ നിന്നും കേടുകൂടാതെ പുറത്തു കൊണ്ടുവരും. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. ലാസർ പറയില്ലേ, ഓടി നടന്ന ഞാൻ, എല്ലാ കാര്യങ്ങളും മനോഹരമായി ചെയ്തു നടന്നിരുന്ന ഞാൻ ഇതാ ആകെ ചീഞ്ഞ് പുഴു പിടിക്കാൻ തുടങ്ങി. എൻ്റെ ജീവിതം മൊത്തം പോയി, ശരീരം മുഴുവൻ പുഴുവായി, എനിക്കുള്ള എല്ലാ വാതിലുകളും അടഞ്ഞു, ഇനി എങ്ങനെ? അവയും ദൈവത്തിന് അവനെ പുറത്തു കൊണ്ടുവരാൻ ഒരു വഴിയുണ്ട്. നമുക്ക് തന്നെ ഒന്നും ചെയ്യാൻ പറ്റാതിരിക്കുമ്പോൾ, സ്വന്തം കഴിവും ബുദ്ധിയും തോറ്റിരിക്കുമ്പോൾ ദൈവത്തിന് നിന്നെ പുറത്തു കൊണ്ടുവരാൻ പറ്റും. ഒന്ന് കരങ്ങളെ ഉയർത്തിപ്പിടിക്കാമോ? കരങ്ങളെ ഒന്ന് ഉയർത്തിപ്പിടിച്ച് ജീവിതം ഒന്ന് ദൈവത്തിലേക്ക് കൊടുത്ത് ആ ഇരിക്കുന്ന കസേരയിൽ ഇരുന്ന് നിങ്ങളുടെ വിഷയത്തെ ഒന്ന് സമർപ്പിക്കുക. ആ വിഷയത്തിൽ ഇന്നൊരു അത്ഭുതം ഉണ്ടാകട്ടെ. തുടർന്നുള്ള നാളുകളിൽ ഒരു സാക്ഷ്യം പറയാൻ സ്വർഗത്തിലെ ദൈവത്തിന്റെ ശക്തി ഇവിടെ വെളിപ്പെടട്ടെ.